ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ബി എ ഗുഡ് മോം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്രാഫ്റ്റ് ഐറ്റംസ് അല്ലെങ്കിൽ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഒന്ന് ഒതുക്കി വെക്കാനുള്ള വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. മോട്ടിവേഷൻ ആണെന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇതാ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ സ്കെച്ച് പെൻസിൻ്റെ ഒരു മോഡലാണ്. അതൊന്ന് ഓർഗനൈസ് ചെയ്ത് ഞാനൊരു ബോക്സിലാക്കി വെച്ചു. അതിന് ശേഷം ഈ ഒരു ബോക്സിൽ ഇതുപോലത്തെ ബ്രഷ് പെന്നാണുള്ളത്. അതിൽ മൊത്തം നിരന്ന് കിടക്കുമായിരുന്നു. അതെല്ലാം എടുത്ത് ഞാൻ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. അപ്പോൾ ഇതിന്ന് വരച്ച് നോക്കുകയാണ് കേട്ടോ. വരച്ച് കാണിച്ചതാ. ഇതിൻ്റെ നിബെന്ന് പറയണത് ഭയങ്കര എന്താ പറയുക ഫ്ലെക്സിബിളാട്ടോ. നല്ല രസം ഇതും കൊണ്ട് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ സ്മൂത്തായിട്ടുണ്ടാവും. മോൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതൊരു ക്രയോണാണ്. ഇത് യൂസ് ചെയ്തൊരു പരുവമായി. ഇത് ഞാൻ കളയാമെന്ന് വിചാരിച്ചു. ഇത് വേറെ ക്രയോൺസ് ഉണ്ട്, അത് കാരണം ഇതിപ്പം വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഇതൊരു പെയിൻ്റാണ് കേട്ടോ, അക്രിലിക് പെയിൻ്റ് ആണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ഇതിലും കുറച്ച് കളറൊക്കെ മോൾ യൂസ് ചെയ്ത് തീർന്നു. എന്നാലും അത് ബാക്കിയുണ്ടല്ലോ, അതൊന്ന് എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ അതായത് കളർ പെൻസിലും ഡോംസിൻ്റെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും പർച്ചേസ് ചെയ്യുന്ന ഡോംസിൻ്റെ തന്നെയാണ്. പിന്നെ ഇത് ക്രയോണാണ്. ക്രയോൺ വാങ്ങിച്ചിട്ട് എനിക്കൊന്ന് 3 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. അത് യൂസ് ചെയ്തൊരു പരുവമായിട്ടുണ്ട് അതും. അപ്പോൾ ചിലതിൻ്റെയൊക്കെ പകുതിയുള്ളൂ, ചിലതിൻ്റെയൊക്കെ ഫുള്ളുണ്ട്. നമുക്കറിയാമല്ലോ ക്രയോൺസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബ്ലൂ, ബ്ലാക്ക്, റെഡ് ഇങ്ങനെയുള്ള കളറുകളാണല്ലോ മക്കൾ. റെഡ് കളറൊന്നും ഇതിനകത്ത് കാണാൻ പോലും ഇല്ല. അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ അതാ ചെറുതിന്ന് വലുതിലേക്ക് അങ്ങനെ മൊത്തത്തിലൊന്ന് ഓർഡർ ആക്കി വെച്ചു. അതിന് ശേഷം അതും കൂടി ഒന്ന് അടച്ച് വെച്ച് അവിടെ സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെയിൻറ്റ് ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പെയിൻറ്റ് പാലറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മുടെ പെയിൻറ്റ് ബോക്സാണ്. ഇത് മോളുണ്ടാക്കിയ പെയിൻറ്റ് പാലറ്റ് ഗ്ലാസ് വെച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ഈസി ആയതിൽ ഇത് ചെയ്യാൻ വേണ്ടി. പിന്നെ നന്നായിട്ട് ഒട്ടണം, കുറച്ച് കഴിയുമ്പം പോവാൻ ചാൻസ് ഉണ്ട്. ഇതെന്ന് പറയണത് നമ്മുടെ ഈ ലൈനറാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പം മാർജിനൊക്കെ ഒന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഡിസൈൻ വരും. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ്. ഇതിന് 60 രൂപയാണ് കേട്ടോ വിലയായിരുന്നത്. ഞാൻ ആമസോണിൽ നിന്നാണോ മീഷോ നിന്നാണോ വാങ്ങിച്ചതെന്ന് ഓർമ്മയില്ല. നന്നായിട്ട് വരുന്നുണ്ട്. ഈ ഒരു മോഡലാണ് പല കളറിൽ, ഓറഞ്ച് കളറ്, ബ്ലൂ, അതുപോലെ റെഡ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു സ്റ്റാറിൻ്റെ ഇത് മാത്രം നന്നായിട്ട് അങ്ങ് വരയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതും ഒന്ന് അടുക്കി ഒതുക്കി അത് വെച്ചു. അത് അടങ്ങി ഒതുങ്ങി ഇരുന്നായിരുന്നത്. ഞാനിന്ന് ജസ്റ്റ് വരച്ച് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതായത് ഇത് ഡോംസിൻ്റെ ക്രയോണാണ്. ഇതെനിക്കൊന്ന് 2020 വാങ്ങിച്ചതാണ്. 4 വർഷമായിട്ടുണ്ട്. അതുകൊണ്ട് തുറക്കാൻ പറ്റുന്നൊരു പരുവത്തിലല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനത് തുറക്കണില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള സ്റ്റേഷനറിയും അതുപോലെ കളറിങ് ഐറ്റംസ്. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്തൊക്കെയാണ്. അപ്പോൾ അടിയിലായിട്ട് നമ്മുടെ ഡോംസിൻ്റെ ആ ഒരു നീളമുള്ള ബോക്സ്, അതുപോലെ തന്നെ അതിൻ്റെ മേലെ പെയിൻറ്റ് ബ്രഷ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബ്രഷ് പെൻ പെയിൻറ്റ് ബ്രഷല്ല, ബ്രഷ് പെൻ. അപ്പോൾ അതെല്ലാം വെച്ച് ഒന്ന് റെഡിയാക്കി. അപ്പം ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുകയെന്ന് പറയുമ്പം നമ്മൾ എപ്പോഴും ഒരു സന്തോഷം തരുന്ന കാര്യം കേട്ടോ. എനിക്ക് പേഴ്സണലി നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയെന്ന് പറയുമ്പം, പക്ഷേ ഇച്ചിരി നാൾ കഴിയുമ്പം പഴയ പോലെ ആവും, എന്നാലും നമുക്കൊരു സന്തോഷം. അപ്പോൾ നെക്സ്റ്റത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഡയറികൾ, ബുക്കുകളൊക്കെ ഇരിക്കുന്നതാണ് മോളുടെ. അപ്പം അതിലേക്ക് ഞാൻ അധികം അങ്ങനെ കളയാനൊന്നുമില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് നേരെയാക്കി വെക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ അടിയിലേക്ക് കുറേ സാധനങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ ഇരിപ്പുണ്ട്. അതെല്ലാം എടുത്ത് മാറ്റി റെഡിയാക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അതിനെടുത്ത് മാറ്റി. ഇതാ പഴയ റിമോട്ട് തൊട്ടുണ്ട്, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ. പിന്നെ മോളെ ഇതൊരു പെയിൻറ്റിങ് ആയിരുന്നു. അത് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി. പക്ഷെ അത് ഫെയ്ഡായി പോയതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. പണ്ടെങ്ങോ വാങ്ങിച്ചൊരു ട്രൈപോഡിൻ്റെ റിമോട്ട് കൺട്രോളാണത്. ഇതൊന്നും ഒരാവശ്യമില്ല. ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി സ്ഥലം നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും. വേറെ കുറേ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും വേണ്ടിയും പറ്റും. അപ്പോൾ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ പഠിച്ചു, ആവശ്യമില്ലാത്തൊരു കാര്യവും ഞാനങ്ങനെ വെക്കാറില്ല. എല്ലാ സാധനങ്ങളും എടുത്ത് കളയുകയോ അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതാ ഇങ്ങനെയുള്ള അലക്കുലത്തെ സാധനങ്ങളൊക്കെ നമ്മളൊന്ന് ഓർഡറാക്കി മാറ്റേണ്ടതൊക്കെ മാറ്റി അങ്ങനെ റെഡിയാക്കി. ഇനിയിപ്പോൾ ഈ ഡയറി എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം, ഒന്ന് അടുക്കി പെറുക്കി വൃത്തിയാക്കി വെക്കണം. എല്ലാം ഇങ്ങനെ അലങ്കോലമായിട്ടൊക്കെ എടുക്കണ്ടായിരുന്നേ. ഇതൊരു ബർത്ത്ഡേ കാർഡാണ്, മോളുടെ ഫ്രണ്ട് കൊടുത്തതാണ് ബർത്ത്ഡേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതും ഒരു പിക്ചറാട്ടോ അവൾ വരച്ചത്. പക്ഷേ അതും ഫെയ്ഡായി പോയിട്ടുണ്ടായിരുന്നു. ഇത് കളിക്കുന്ന പാസ്പോർട്ട്. അപ്പോൾ ഇതാ എല്ലാതും അങ്ങനെ റെഡിയാക്കി വെക്കുകയാണ്.
അപ്പോൾ സംഗതി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ട് കുറേ നാളായി എന്നുള്ളത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്ന കാര്യം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർക്ക് ഞാൻ വിട്ടിട്ടുണ്ടായി. അപ്പോഴത്തേനും ഞാൻ പിന്നെ മടിയുടെ പടുകുഴിയിലങ്ങ് വീണു പോയിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റാഞ്ഞേ. അപ്പോൾ നമ്മൾ ഉഷാറായിട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട്. ഞാൻ കുറച്ച് ക്രാഫ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. എന്നാൽ മാത്രമല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ എന്തെങ്കിലും പോരായ്കയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ടോയ്സ് ക്ലിയർ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസായിട്ട് വേറൊരു പാത്രത്തിലിരിക്കുന്ന ടോയ്സാണ് ഇന്ന് ക്ലിയർ ഔട്ട് ചെയ്യണേ. ഇതിനധികം സമയമൊന്നും എടുത്തില്ല, ഒരു 15-20 മിനിറ്റിൽ തന്നെ ഇത് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റി. ഞാൻ 3 സെക്ഷനാക്കിയ 3 കവർ, ഒന്ന് ഡസ്റ്റ്ബിൻ പേപ്പർ വേസ്റ്റ് ഇടാൻ വേണ്ടി, പിന്നെ ഒരു കവർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടാൻ, പിന്നെ ഒരു കവർ ആവശ്യമുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഞാൻ 3 സെക്ഷനാണ് എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. പിന്നെ ഇതെല്ലാം ഓരോ കവറുകളിലാണ് സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ കവറെല്ലാം ഇങ്ങനെ തുറന്നു പോയിട്ട് എല്ലാം കൂടി മിക്സപ്പായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്ന് ഉള്ളിലേക്ക് എടുത്ത് വെക്കുന്ന ആ ഒരു ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കളയാൻ വേണ്ടി. അപ്പോൾ ടോയ്സ് ഓർഗനൈസ് ചെയ്യലാണ് ഭയങ്കര ടാസ്ക്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കുഞ്ഞു സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ സ്ഥാനത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും പോസിബിൾ അല്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും സെക്ഷൻ ബൈ സെക്ഷനായിട്ടൊന്നും ഒതുക്കിയിട്ടില്ല. ഓരോ കവറിലേക്കും അതിൻ്റെ ആ ഒരു ഏകദേശം ഒരു ധാരണയിൽ അങ്ങോട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെന്താണെന്ന് വെച്ചാൽ പിള്ളേർ അത് കുറച്ച് കഴിയുമ്പോഴത്തേന് അവരിങ്ങനെ ക്ലാസ്സുള്ള ടൈമിലൊന്നും ഈ ടോയ്സൊന്നും എടുത്ത് കളിക്കാറൊന്നുമില്ല. അതുകൊണ്ടാണ്. അപ്പം വീട് ക്ലീൻ ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ 2-3 സെക്ഷനാക്കി വെക്കുക. അതായത് ആവശ്യമുള്ളത്, പിന്നെ ആവശ്യമില്ലാത്തത്, പിന്നെ പേപ്പർ വേസ്റ്റ്, പ്ലാസ്റ്റിക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെക്ഷൻ ബൈ സെക്ഷനായി വെക്കുകയാണെങ്കിൽ നമുക്കത് ഡിസ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെയും തിരിച്ചെടുത്ത് വെക്കാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ ഞാൻ ഇരുന്നും കിടന്നും ഒക്കെ ആയിട്ട് നടന്നും ഒക്കെ ആയിട്ട് ഈ ഒരു ടാസ്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. ഇതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു സമാധാനമാണ്, സ്വസ്ഥതയാണ്. അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിന് ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലായിടും ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇതായിരുന്നു. കാരണം സെക്ഷൻ തിരിക്കേണ്ടാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഈസി ആയിട്ട് തോന്നിയത്. കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത് മാറ്റുമ്പോൾ സെക്ഷനായിട്ട് തിരിച്ച് വെക്കണമായിരുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയായിരുന്നു, ബോറടിച്ചായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ കുറച്ച് കഴിയുമ്പം അങ്ങനെ വീടെല്ലാം വൃത്തിയാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.